അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി അൽഹംദുലില്ലാ. ഇൻഷാ അല്ലാ, ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് ഒരു ദിക്റിനെ കുറിച്ചാണ്. ഈ ഒരു ദിക്റ് ചൊല്ലി മണിക്കൂറുകൾക്കുള്ളിൽ നമുക്ക് നമ്മുടെ കാര്യം നേടിയെടുക്കാൻ പറ്റും. അത്രക്കും പ്രതിഫലം കിട്ടുന്ന ഒരു ദിക്റാണിത്. ഇത് കേട്ടിട്ട് ഒരിക്കലും നിങ്ങൾ ചൊല്ലാണ്ടിരിക്കരുത്. നമ്മുടെ കാര്യം, നിങ്ങൾ സഹിക്കുന്ന എന്ത് കാര്യത്തിനാണോ നിങ്ങളെ മനസ്സ് പ്രയാസപ്പെടുന്നത്, അതുപോലെ തന്നെ നിങ്ങളെ മനസ്സിൽ എന്തൊരാഗ്രഹമാണോ ഉള്ളത് എങ്കിൽ ഈ ഒരു ദിക്റ് നിങ്ങൾ മനസ്സിലുള്ള ആ ആഗ്രഹം അല്ലെങ്കിൽ ആവശ്യം അല്ലെങ്കിൽ ഇന്നാലിനൊരു കാര്യം നിങ്ങൾക്കുണ്ട്, ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിൽ വെച്ച് ഈ പറയാൻ പോകുന്ന ഈ ഒരു ദിക്റ് സുബഹി നമസ്കാരത്തിൻ്റെ ശേഷമായിട്ടാണ് ചൊല്ലേണ്ടത്. ഇത്ര എണ്ണം എന്നൊന്നും ഞാൻ പറയുന്നില്ല. നിങ്ങൾക്കൊരു 100 എണ്ണമാണോ ചൊല്ലാൻ കഴിയുന്നത് എങ്കിൽ 100 എണ്ണം നിങ്ങൾ മനസ്സിൽ നിയ്യത്താക്കിയിട്ട് ചൊല്ലുക. അല്ല എങ്കിൽ 33 എണ്ണമാണ് ചൊല്ലാൻ പറ്റുന്നത് എങ്കിൽ 33. അപ്പം നിങ്ങൾക്ക് ചൊല്ലാൻ പറ്റുന്ന ഒരു എണ്ണം നിങ്ങൾ മനസ്സിൽ നിയ്യത്താക്കിയിട്ട് നല്ല വിശ്വാസം മനസ്സിൽ വെച്ചുകൊണ്ട് ചൊല്ലിയാൽ തീർച്ചയായിട്ടും പെട്ടെന്ന് തന്നെ നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ നിങ്ങളാ കാര്യം അള്ളാഹു നടത്തിത്തരും, ഉറപ്പാണ്. അത്രക്കും പ്രതിഫലമുള്ള ഒരു ദിക്റാണിത്. ഇൻഷാ അല്ലാ, ദിക്ർ ഏതാണെന്ന് നമുക്ക് നോക്കാം. അപ്പം അതിൻ്റെ മുന്നേ ആയിട്ട് ഞാൻ നിങ്ങളോടൊരു കാര്യം പറയുകയാണ്. 2-3 ദിവസം മുന്നേ ആയിട്ട് ഞാനൊരു വീഡിയോയിൽ ഒരു ദിക്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, പണം നമ്മുടെ കയ്യിൽ വന്നു ചേരാനുള്ളൊരു ദിക്റ്, ഹലാലായിട്ടുള്ള ഒരു പണം നമ്മുടെ കയ്യിൽ വന്നു ചേരാനുള്ളൊരു ദിക്റ്, യാ ഫത്താഹു യാ റസാഖു യാ കരീമു യാ വഹാബു എന്ന ദിക്റുണ്ടല്ലോ. ആ ഒരു ദിക്റും നിങ്ങൾ പണത്തിൻ്റെ ബുദ്ധിമുട്ട് സഹിക്കുന്ന ഒരാളാണ് നിങ്ങൾ എങ്കിൽ, അല്ലെങ്കിൽ കടം കൊണ്ട് വല്ലാണ്ട് പ്രയാസപ്പെടുന്ന ഒരാളാണ്, കടം വീട്ടാൻ ഒരു വഴിയുമില്ല, ഒരു നിവൃത്തിയുമില്ല, എന്താ ചെയ്യുക എന്നറിയില്ല, നമ്മൾ അള്ളാഹുവിലേക്ക് ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പം അതുപോലെ തന്നെ ഈ ഒരു ദിക്റ് നിങ്ങൾ മുറുകെ പിടിക്കുക. ഏത് ദിക്റ്? യാ ഫത്താഹു യാ റസാഖു യാ കരീമു യാ വഹാബു. ഈ ഒരു ദിക്റ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്ത ആ വീഡിയോയിൽ ഇപ്പോഴും ഓരോരുത്തർ ഇത് ചൊല്ലിയിട്ട് ഓരോരുത്തരുടെ കാര്യങ്ങൾ നടന്ന് കിട്ടി, പണം കയ്യിൽ വന്നു എന്നൊക്കെ ഇന്നും ഇന്നലെയും ആയിട്ട് കമൻറ്റിലൂടെ എഴുതി ഇങ്ങനെ അറിയിക്കുന്നവരുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ നിസ്സാരമാക്കാതെ, പണത്തിൻ്റെ സാമ്പത്തികമായിട്ടുള്ള പ്രയാസം സഹിക്കുന്ന ഒരാളാണ് നിങ്ങൾ എങ്കിൽ ഇത് നിങ്ങൾ മുറുകെ പിടിക്കുക. ഒന്ന് ചൊല്ലി നോക്കുക. ഞാൻ പറഞ്ഞു തരാം. ഒരു കമൻറ്റ് ഞാൻ ഒരാളെ എഴുതി വിട്ടത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഒരു ഹിന്ദു സഹോദരിയാണ്. അവർ ഞാൻ പറഞ്ഞ ഈ ഒരു വീഡിയോ കണ്ട് 4 ദിവസം, വെറും 4 ദിവസമാണ് അവർ ഈ ഒരു ദിക്റ് യാ ഫത്താഹു യാ റസാഖു യാ കരീമു യാ വഹാബു എന്നുള്ള ദിക്റ് നിയ്യത്താക്കിയിട്ട് ചൊല്ലിയത്. 2 മക്കളാണ് ആ ഒരു സഹോദരിക്കുള്ളത്. ഭർത്താവില്ല എന്ന് തോന്നുന്നുണ്ട്. ജോലിക്ക് പോകാനും കഴിയില്ല. ചെലവിൻ്റെ കാര്യങ്ങളൊക്കെ വളരെ ബുദ്ധിമുട്ടിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടിട്ട് ആ ഒരു പറഞ്ഞ ഒരു ദിക്റ് ചൊല്ലി 4 ദിവസമായപ്പോഴേക്കും 5000 രൂപ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു വഴിക്കൂടെ എൻ്റെ കയ്യിൽ കിട്ടിയിത്ത എന്ന് കമൻറ്റിലൂടെ എഴുതി അറിയിച്ചിട്ടുണ്ട്. ആ കമൻറ്റൊക്കെ നിങ്ങൾക്കും കാണാൻ കഴിയുന്നതാണ്. ആദ്യം ഫസ്റ്റിൽ ഞാൻ ഈ ഒരു വീഡിയോ ഒരു 3-4 മാസം മുന്നെയാണ് ആദ്യമായിട്ട് ഈ ഒരു വീഡിയോ നിങ്ങളിലേക്ക് ഞാൻ എത്തിച്ചത്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ 2-3 ദിവസം മുന്നേ ആയിട്ട് ഒരു വീഡിയോ ഞാൻ ആ ഒരു ദിക്റിനെ കുറിച്ച് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെയൊക്കെ കമൻറ്റിൽ നിങ്ങൾ പോയാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. അപ്പം നിങ്ങൾ വിശ്വാസം വെച്ചുകൊണ്ട് ഇതുപോലെ ചെയ്താൽ എൻ്റെ കാര്യവും നടക്കുമല്ലോ എന്ന പരിപൂർണ വിശ്വാസത്തോട് കൂടിയിട്ട് നിങ്ങൾ ചെയ്തു നോക്കിയാൽ നിങ്ങളെ കാര്യവും അള്ളാഹു നടത്തിത്തരും. ഇൻഷാ അല്ലാ, ഒരിക്കലും എൻ്റെ കടം വീട്ടാൻ ഒരു വഴിയും ഒരു മാർഗവും എനിക്കിനി കാണില്ല, ഞാൻ പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല എന്നൊക്കെ നിങ്ങൾ കരുതിയാൽ പോലും ഈ ദിക്റ് ഒരൊറ്റ ദിവസം ചൊല്ലിയിട്ട്, എനിക്ക് ഇന്നിപ്പോൾ നിങ്ങൾ ചൊല്ലിയിട്ട് നാളെ രാവിലെ ആയപ്പോഴേക്കും 1 കോടി പൈസ എൻ്റെ കയ്യിൽ കിട്ടണം എന്നൊരു ഉദ്ദേശം, അങ്ങനെ ഒരു രീതിയിലല്ല പറയുന്നത്. നമ്മുടെ കയ്യിൽ ഹലാലായിട്ടുള്ള പണം അള്ളാഹു നമ്മുടെ മുന്നിൽ എത്തിച്ചു തരും ഇൻഷാ അല്ലാ. അപ്പോൾ ഈ ഒരു ദിക്ർ ഒന്നുകൂടെ ഞാൻ പറയാം. യാ ഫത്താഹു യാ റസാഖു യാ കരീമു യാ വഹാബു, യാ ഫത്താഹു യാ റസാഖു യാ കരീമു യാ വഹാബു. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോൻ്റെ ഇടയിലായിട്ട് ഒന്നും കൂടി ഞാൻ ഇത് പറയാനുള്ള കാരണം, ആ ഒരു വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഒരുപാട് പ്രയാസവും വിഷമവും പറഞ്ഞിട്ടാണ് ഓരോ വീഡിയോ ഞാൻ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ താഴെയായിട്ട് ടെൻഷൻ പറയുന്നവരുള്ളത്. അതിൽ കൂടുതലായിട്ടും കടം കൊണ്ട് പ്രയാസപ്പെടുന്നവരാണ്. കടമാണ്, ഒരു വഴിയുമില്ല, വീട് ജപ്തിയിലാണ്, അങ്ങനെയൊക്കെയുള്ളവരാണ്. നിങ്ങൾ നിയ്യത്താക്കിയിട്ട് ചൊല്ലിക്കോളി. ദിവസങ്ങളോളം മുറുകെ പിടിച്ചിട്ട് ചൊല്ലുക. എല്ലാ ദിവസവും ഒരു 100 എണ്ണമെങ്കിലും ഈ ഒരു ദിക്ർ ചൊല്ലാൻ നിങ്ങൾക്ക് കഴിയണം. നിങ്ങൾ ആ കാര്യം, ആ ടെൻഷൻ അടിക്കുന്ന പണത്തിൻ്റെ ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഉണ്ടാവില്ല ഇൻഷാ അല്ലാ.
അങ്ങനെ ഒരുപാട് കമൻ്റ് ഉണ്ട്. ഈ ഒരു ദിക്ർ ഞാൻ ചൊല്ലൽ തുടങ്ങിയതോടെ എൻ്റെ കയ്യിൽ പൈസ ഉണ്ടാവാറുണ്ട്, പൈസക്കൊരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല, ഒരുപാട് പൈസയൊന്നുമല്ല, നമ്മുടെ അത്യാവശ്യത്തിനുള്ള പൈസക്ക് ബുദ്ധിമുട്ടായിട്ടില്ല എന്നൊക്കെ കമൻറ്റിലൂടെ എഴുതി അറിയിച്ചവരുണ്ട്. അതുകൊണ്ട് ഞാൻ ആ പറഞ്ഞ ദിക്റിനെ കുറിച്ചുള്ള വീഡിയോ കേൾക്കാത്തവർ ഇപ്പോൾ ഇത് കേൾക്കുന്നുണ്ട് എങ്കിൽ ഈ ദിക്ർ നിങ്ങൾ എഴുതി വെച്ചോളൂ. ഞാൻ ഒന്നും കൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാം. യാ ഫത്താഹു, യാ റസാഖു, യാ കരീമു, യാ വഹാബു എന്ന ദിക്റാണ്. നിങ്ങൾക്ക് കഴിയുന്നൊരെണ്ണം ഓരോ ദിവസവും നിങ്ങൾ നിയ്യത്താക്കിയിട്ട് ചൊല്ലുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇന്ന് ഞാൻ പറയാൻ വന്നിട്ടുള്ള ദിക്ർ ഞാൻ പറഞ്ഞു തരാം. ഈ ഒരു ദിക്ർ ചൊല്ലേണ്ടത് സുബഹി നമസ്കാരം കഴിഞ്ഞതിന് ശേഷമാണ്. നമ്മുടെ ഹലാലായിട്ടുള്ള എന്തൊരാവശ്യവും നിങ്ങൾ ഈ ഒരു ദിക്ർ മനസ്സിൽ നിയ്യത്താക്കി ചൊല്ലിയാൽ മണിക്കൂറുകൾക്കുള്ളിൽ, നിമിഷങ്ങൾക്കുള്ളിൽ നിങ്ങളെ കാര്യം നടന്നു കിട്ടും. തീർച്ചയായിട്ടും ഉറപ്പാണ്. വെറുതെ ഇത് കേട്ടിട്ട് പായാക്കി കളയാതെ ജീവിതത്തിൽ ഇത് ഉപകരിപ്പിച്ച് നോക്കുക, ചെയ്തു നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് കാണാമല്ലോ ഫലം കിട്ടുമോ ഇല്ലയോ എന്ന്. അപ്പോൾ ഇതൊരു എന്താ പറയുക, ഒരു മനസ്സോട് കൂടിയിട്ടല്ല, നല്ലൊരു ഭക്തിയോട് കൂടിയിട്ട് നല്ല വിശ്വാസം മനസ്സിൽ വെച്ചിട്ട് ഈ ഒരു ദിക്ർ ചെല്ലുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഞാനിവിടെ സ്ക്രീനിൽ മലയാളത്തിലായിട്ട് എഴുതി കാണിക്കുന്നുണ്ട് കേട്ടോ. ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ് അല്ലാഹു അക്ബർ കബീറ വൽഹംദുലില്ലാഹി കസീറ ഫസുബ്ഹാനല്ലാഹി റബ്ബിൽ ആലമീൻ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അസീസിൽ ഹക്കീം എന്നാണ്. നമ്മളിപ്പോൾ പെട്ടെന്ന് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം എന്നാണ് ചൊല്ലുക അല്ലേ. ഇവിടെ ലാസ്റ്റ് ഇങ്ങനെയല്ല, വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അസീസിൽ ഹക്കീം എന്നാണ്. ഒന്നുകൂടെ നമുക്ക് ഒരുമിച്ചായിട്ട് ചെല്ലാം. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ് അല്ലാഹു അക്ബർ കബീറ വൽഹംദുലില്ലാഹി കസീറ ഫസുബ്ഹാനല്ലാഹി റബ്ബിൽ ആലമീൻ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അസീസിൽ ഹക്കീം. ഒന്നുകൂടെ ചെല്ലാം. സ്ക്രീനിലുണ്ട്, നോക്കിയിട്ട് സ്ക്രീൻഷോട്ടായിട്ട് എടുത്ത് വെക്കുക. അല്ല എങ്കിൽ നിങ്ങൾ ഒരു പേപ്പറിലോ ഒരു ഡയറിയിലോ ഒക്കെ ആയിട്ട് എടുത്ത് വെച്ച് ചൊല്ലിക്കോളി. ഫലം കിട്ടും, 100% ഉറപ്പാണ്. കേട്ടിട്ട് പായാക്കി കളയരുത് കേട്ടോ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ് അല്ലാഹു അക്ബർ കബീറ വൽഹംദുലില്ലാഹി കസീറ ഫസുബ്ഹാനല്ലാഹി റബ്ബിൽ ആലമീൻ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അസീസിൽ ഹക്കീം എന്ന ദിക്ർ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ് അല്ലാഹു അക്ബർ കബീറ വൽഹംദുലില്ലാഹി കസീറ ഫസുബ്ഹാനല്ലാഹി റബ്ബിൽ ആലമീൻ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അസീസിൽ ഹക്കീം. ഒരു 4-5 പ്രാവശ്യം ഞാൻ ചൊല്ലിയിട്ടുണ്ട്, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. ഇൻഷാ അല്ലാഹ് ഒരുപാട് ഇടങ്ങേറും പ്രയാസവും ഒക്കെ പറഞ്ഞിട്ട് വാട്സപ്പിലൂടെ ആയിക്കോട്ടെ, വീഡിയോൻ്റെ താഴെയൊക്കെ ആയിക്കോട്ടെ, എപ്പോഴും പറയാറുണ്ട് സഹോദരിമാരും ഉമ്മമാരൊക്കെ. അപ്പോൾ ഈ ഒരു ദിക്ർ നിങ്ങൾ എഴുതിയെടുത്തോളൂ. എന്നിട്ട് നിങ്ങൾ ദിവസവും സുബഹി നമസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് 100 തവണയോ അല്ലെങ്കിൽ വെറും 10 തവണയോ 11 തവണയോ 33 തവണയോ 1000 തവണയോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ ആയിട്ട് നിങ്ങൾക്ക് ചൊല്ലാൻ കഴിയുന്നൊരെണ്ണം നിങ്ങൾ ഇൻഷാ അല്ലാഹ് നിയ്യത്താക്കിയിട്ട് ഈ ഒരു ദിക്ർ ചൊല്ലി നോക്കൂ. നിമിഷങ്ങൾക്കുള്ളിൽ നിങ്ങളെ കാര്യം അള്ളാഹു നിങ്ങൾക്ക് സാധിപ്പിച്ചു തരും. അത്രക്കും ഫലമുള്ള ദിക്റാണ്, ഹദീസിലുള്ള ഒരു ദിക്റാണിത്. അതുകൊണ്ട് നിങ്ങൾ പായാക്കി കളയല്ലേ. നിങ്ങളെ മനസ്സിലുള്ള പ്രയാസങ്ങളൊക്കെ തീരാനും നിങ്ങൾ പറയുന്ന ഓരോ വിഷമങ്ങളൊക്കെ മനസ്സിൽ വെച്ചിട്ട് നിങ്ങൾ ഈ ഒരു ദിക്ർ ചൊല്ലി നോക്കൂ. വെറുതെ കേട്ടിട്ട് തള്ളിക്കളയാതെ. ചിലപ്പം ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്താൽ നിങ്ങളെ എല്ലാ കാര്യവും അള്ളാഹു റാഹത്തിലാക്കി തരും. നമ്മൾ കഴിയുന്ന ദിക്റുകളും സ്വലാത്തുകളും ഒക്കെ നമ്മൾ നിയ്യത്താക്കിയിട്ട് ഇങ്ങനെ ചൊല്ലുക. അള്ളാഹ് നമുക്ക് ഏത് ദിക്ർ ചൊല്ലിയിട്ടാണ് നമ്മുടെ ജീവിതത്തിന് സമാധാനം തരുന്നത് എന്ന് നമുക്കറിയില്ല. ഏത് സ്വലാത്ത് നിയ്യത്താക്കി ചൊല്ലിയിട്ടാണ് നമ്മുടെ കാര്യം അള്ളാഹു റാഹത്താക്കി തരുന്നത് എന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു ദിക്റും
വളരെയേറെ ശ്രദ്ധ കൊടുത്ത് വളരെയേറെ മനസ്സിൽ തെക്കുവയോട് കൂടി വിശ്വാസം വെച്ചുകൊണ്ട് അതോട് കൂടിയിട്ട് ചൊല്ലി നോക്കുക. ഇത് ചൊല്ലുന്നത് നിങ്ങൾ 33 ആണെങ്കിലും 11 തവണയാണെങ്കിലും 100 തവണയാണെങ്കിലും ഒക്കെ ഞാൻ എല്ലാ വീഡിയോയിലും നിങ്ങളോട് പറയുന്ന പോലെ നിങ്ങൾ ഇത് ചൊല്ലി നോക്കുക. അതായത് ഇത് ചൊല്ലുന്നതിൻ്റെ ഇടയിലായിട്ട് നിങ്ങൾ സംസാരിക്കാതെ മനസ്സിൽ നല്ല വിശ്വാസം വെച്ചുകൊണ്ട് ചൊല്ലുക. ഇൻഷാ അല്ലാഹ് നിങ്ങൾ വിചാരിക്കുന്ന എന്ത് കാര്യത്തിനാണോ നിങ്ങളിത് നിയ്യത്താക്കിയിട്ട് ചൊല്ലുന്നത്, നിങ്ങളെ മനസ്സിൽ എന്ത് കാര്യമാണോ ഇടങ്ങേറുള്ളത്, എന്ത് പ്രയാസമാണോ ഉള്ളത്, ആ ഒരു കാര്യങ്ങളൊക്കെ മനസ്സിൽ നിയ്യത്താക്കിയിട്ട് ഈ ഒരു ദിക്ർ നിങ്ങൾ ചൊല്ലി നോക്കുക. അള്ളാഹു തക്കമായിട്ടുള്ള പ്രതിഫലം നിങ്ങൾക്ക് നൽകട്ടെ. ഒരിക്കലും നിങ്ങൾ വിചാരിക്കാത്ത ഭാഗത്തിലൂടെ നിങ്ങൾ ടെൻഷൻ തീരാനും സമാധാനമുണ്ടാവാനും, പണമില്ലാത്ത ടെൻഷനാണ് നിങ്ങൾക്കുള്ളത് എങ്കിൽ പണം ഹലാലായത് അള്ളാഹ് തരാനും, സാമ്പത്തികമായിട്ടുള്ള എന്ത് ടെൻഷൻ മാറാനും, മാനസികമായിട്ടുള്ള പ്രയാസം തീരാനും, ബുദ്ധിമുട്ട് മാറാനും, ഇടങ്ങേറുകൾ മാറാനും, മനസ്സമാധാനം കിട്ടാനും ഒക്കെ ഈ ഒരു ദിക്ർ നിങ്ങൾക്ക് നിയ്യത്താക്കിയിട്ട് ചൊല്ലാവുന്നതാണ് ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഈ ഒരു ദിക്ർ പറഞ്ഞ പോലെ ചെയ്തു നോക്കുക. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ ദിക്റുണ്ടല്ലോ, ആ ഒരു ദിക്റും നിങ്ങൾ കാര്യമായിട്ട് എടുക്കട്ടോ. വളരെയേറെ ഫലം കിട്ടുന്നുണ്ട്. ഒരുപാട് പേർക്ക് ആ ഒരു ദിക്ർ ചൊല്ലിയിട്ട് ഒരുപാട് കടമാണ്, ബാങ്കിൽ അടക്കാൻ പൈസ ഇല്ല, അല്ലെങ്കിൽ വേറെ ഒരാളെ പണ്ടം വാങ്ങി വെച്ചതാണ്, അത് എടുത്തു കൊടുക്കേണ്ട ഡേറ്റ് ആയിന്, അങ്ങനെയൊക്കെ പറഞ്ഞവരുണ്ട് വാട്സപ്പിലൂടെ. അപ്പം നിങ്ങളൊക്കെ ഈ ഒരു ദിക്ർ മുറുകെ പിടിക്കുക. ഏത് ദിക്ർ? യാ ഫത്താഹു യാ റസാഖു യാ കരീമു യാ വഹാബു എന്ന ദിക്റുണ്ടല്ലോ, അത് നിങ്ങൾ നിസ്സാരമാക്കി കളയല്ലേ. നമ്മുടെ ജീവിതത്തിലുള്ള ഇടങ്ങേറുകളും പ്രയാസങ്ങളും ഒക്കെ തീർന്നു കിട്ടും. സാമ്പത്തികമായിട്ടുള്ള പ്രയാസങ്ങളൊക്കെ നമുക്ക് അള്ളാഹു തീർത്ത് തരും. കാരണം എത്ര പേർക്കാണ് ഉപകാരം ഫലം കിട്ടിയത് എന്നറിയോ? 1, 2, 3 പേരല്ല, ഇപ്പോഴും ആ വീഡിയോ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് പേർക്ക് ആ ഒരു വീഡിയോ കണ്ടിട്ട് ഫലം കിട്ടിയത് അവരിങ്ങനെ കമൻറ്റിലൂടെ എഴുതി അറിയിക്കുന്നുണ്ട്. ഞാൻ നേരത്തെ തന്നെ ഒരു മുസ്ലിമായൊരു സഹോദരി പറഞ്ഞില്ലേ, ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഭാഗത്തിലൂടെയൊക്കെ അള്ളാഹു അവർക്ക് പണം കൊടുത്തിട്ടുണ്ട്. അൽഹംദുലില്ലാ. അപ്പം നമ്മളും നിങ്ങളും ഞാനും ഒക്കെ നമുക്ക് ഓരോ ഹലാലായിട്ടുള്ള പണത്തിൻ്റെ ആവശ്യമുണ്ടാവും, ഓരോരോ കാര്യങ്ങളുണ്ടാവും. പണം നമ്മുടെ മുന്നിൽ ഒരു ബുദ്ധിമുട്ടായി നിൽക്കും. അപ്പോൾ നമുക്ക് ആ കാര്യം കയ്യില്ല എന്ന് വെച്ചിട്ട് നമ്മളവിടെ സ്റ്റോപ്പ് ചെയ്യും. അത് ഞാൻ പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല, എനിക്ക് അതൊന്നും കിട്ടാൻ പോകുന്നില്ല, അതിനൊരുപാട് കാശ് വേണം, എനിക്ക് ആ കാര്യം കിട്ടില്ല എന്നൊക്കെ വിചാരിക്കും. അപ്പോൾ നിങ്ങൾ ഈ ഒരു ദിക്ർ നിയ്യത്താക്കിയിട്ട് ചൊല്ലിക്കോളി, നമ്മൾ ബുദ്ധിമുട്ട് ഉണ്ടാവില്ല. ഒരുപാട് പേർ കമൻറ്റിലൂടെ പറഞ്ഞിട്ടുണ്ട്, ഈ ഒരു ദിക്ർ ഞാൻ എൻ്റെ ജീവിതത്തിൽ ചൊല്ലാൻ തുടങ്ങിയപ്പോൾ പണത്തിൻ്റെ ബുദ്ധിമുട്ട് വന്നിട്ടില്ല, ചിലവിനും കാര്യങ്ങൾക്കൊന്നും ഒരു പ്രയാസവും ബുദ്ധിമുട്ടും വന്നിട്ടില്ല, കയ്യിൽ നിന്നും പണമില്ലാത്ത ദിവസം ഉണ്ടായിട്ടില്ല എന്ന്. അത് കോടിക്കണക്കിന് പണം എന്നല്ല കേട്ടോ പറഞ്ഞത്, കയ്യിൽ പൈസ ഇല്ലാതെ നിന്നിട്ടില്ല എന്ന്. പണത്തിൻ്റെ കാര്യത്തിൽ ടെൻഷൻ ഉണ്ടായിട്ടില്ല, അൽഹംദുലില്ലാ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് സന്തോഷം പറഞ്ഞവരുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ക്ഷമയോട് കൂടിയിട്ട് കേൾക്കുക, എന്നിട്ട് ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കുക. ആദ്യം തന്നെ നല്ലൊരു മനസ്സ് വെച്ചിട്ട് ഇതേപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പം ഇതൊക്കെ ചെല്ലാൻ കുറേ ടൈം വേണ്ടേ. ഞാനിപ്പോൾ ഈ പറഞ്ഞ ഈ ഒരു ദിക്റില്ലേ, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ല അല്ലാഹു അക്ബർ കബീറ വൽഹംദുലില്ലാഹി കസീറ ഫസുബ്ഹാനല്ലാഹി റബ്ബിൽ ആലമീൻ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അസീസിൽ ഹക്കീം എന്ന ദിക്ർ. ഇപ്പം നമ്മൾ 100 എണ്ണമൊക്കെ ചൊല്ലുകയാണെങ്കിൽ കുറച്ച് ടൈം അതിന് വേണ്ടി വരും. അപ്പോൾ ഒരുപാട് സമയമൊക്കെ വേണ്ട. ഇതൊക്കെ എപ്പോഴാ ചൊല്ലി തീർക്കുക. അങ്ങനെയൊക്കെയുള്ള മനസ്സും വെച്ചുകൊണ്ട് നമ്മൾ ഇതൊന്നും ചൊല്ലാൻ നിന്നാൽ നമ്മൾ വിചാരിക്കുന്ന കാര്യമൊന്നും ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. നമുക്ക് മനസ്സിലൊന്ന് ഒരുങ്ങണം. എൻ്റെ കാര്യം, ഞങ്ങളുടെ ജീവിതത്തിലുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണം. റബ്ബേ, ഞങ്ങൾക്ക് മനസ്സമാധാനമുള്ള ജീവിതം അല്ലാ നീ തരണം. അങ്ങനെയൊക്കെ മനസ്സിലൊരു ഒരുക്കത്തോടു കൂടി വേണോ വേണ്ടയോ എന്നിട്ട് പറഞ്ഞത് കേട്ടിട്ടുണ്ട്, ഒന്ന് ചൊല്ലിയൊക്കെ എന്നിട്ട് നമ്മൾ ചെല്ലുന്നത് എന്നാൽ ഈ വീഡിയോ ഒക്കെ കേട്ടിട്ട് 1 മാസം 2 മാസമൊക്കെ കഴിഞ്ഞതിന് ശേഷം അതിലേറെ പ്രശ്നവും പ്രയാസവും വരുന്ന സമയത്താണ് ഈ ദിക്റിനെ തപ്പുന്നത്. ഇങ്ങനെ ഒരു ദിക്ർ കേട്ടിട്ടുണ്ടായിരുന്നു, ഒന്ന് ചൊല്ലി നോക്കട്ടെ. അതൊക്കെ ഒരു നിസ്സാരമാക്കി എടുത്തിട്ട് എപ്പോഴോ ഒരു വേണോ വേണ്ടയോ വേണ്ടാത്തൊരു രീതിയിൽ മനസ്സോട് കൂടിയിട്ട് ചൊല്ലി നോക്കാൻ ഒരുങ്ങുക. അങ്ങനെയുള്ള രീതിയിലൊന്നും ചൊല്ലിയാൽ നമ്മുടെ കാര്യം ഒരിക്കലും നേടാൻ പോകുന്നില്ല, റെഡിയാവാൻ പോകുന്നില്ല. ആദ്യം തന്നെ അതിലൊക്കെ ഒരു ഭക്തി വേണം.
ദിക്റായാലും സ്വലാത്തായാലും ഒക്കെ ചെല്ലുന്നതിൽ അതിൻ്റേതായ ഭക്തിയോട് കൂടിയിട്ട് നമ്മൾ ചെയ്തു നോക്കണം. എന്നാലാണ് അതിനൊക്കെ നമ്മൾ വിചാരിക്കുന്നത് പോലെയുള്ള പ്രതിഫലം അള്ളാഹു നമുക്ക് നൽകുള്ളൂ. നമ്മൾ ചെല്ലുന്ന സമയത്ത് ആരും കാണാതെ നമ്മളിപ്പോൾ ഇരുട്ടത്തെ റൂമിലിരുന്ന് ഇങ്ങനെ ചെല്ലുകയാണ്. അപ്പോൾ അള്ളാഹ് നമ്മുടെ മനസ്സ് കാണുന്നുണ്ട്. ഇത് ചെല്ലുന്ന സമയത്ത് എന്തൊക്കെ വേദനയോടെയാണ് നമ്മൾ ഇത് ചെല്ലുന്നത് എന്നൊക്കെ അള്ളാഹ്ക്കറിയാം അല്ലേ. അള്ളാഹിനെ മറച്ചു വെക്കാൻ നമുക്കൊന്നിനും കഴിയില്ല. അതുകൊണ്ട് അള്ളാഹുവിനോട് ഇങ്ങനെ ദുആ ചെയ്യുക, പിശുക്ക് കാണിക്കാതെ കൽബ് പൊട്ടിക്കൊണ്ട് അള്ളാഹുവിനോട് നമ്മളെ കാര്യങ്ങളൊക്കെ ദുആ ചെയ്യുക. അതുപോലെ തന്നെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തു നോക്കുക. ഇതൊക്കെ ചെയ്യുന്നതിന് മുന്നേ തന്നെ ആദ്യം നമുക്ക് വേണ്ടത് എന്താണ്? നിസ്കാരമാണ്. നിസ്കാരം കളാക്കാതെ നിസ്കരിക്കുക. അതുപോലെ നിസ്കരിക്കാതെ ഏത് ദിക്റായാലും സലാത്തായാലും ചെയ്തിട്ട് കാര്യമില്ല, അള്ളാഹ്ക്ക് അത് ഇഷ്ടപ്പെടില്ല. അതുപോലെ അള്ളാഹ് വെറുക്കുന്ന കാര്യങ്ങളിൽ നിന്നൊക്കെ വിട്ടു നിൽക്കുക. വിട്ടു നിൽക്കുക. നല്ല നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാൻ നോക്കുക. അള്ളാഹ്ക്ക് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് ചെയ്യുക. വേണ്ടാത്ത കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക. അള്ളാഹ്ക്ക് ഇഷ്ടപ്പെടാതെ അള്ളാഹ് കോപിക്കുന്ന കാര്യങ്ങളിൽ നിന്നൊക്കെ മാറി നിൽക്കുക. എന്നിട്ട് നിസ്കാരം കളാക്കാതെ നിസ്കരിക്കുക. എന്നിട്ട് ഇതുപോലെയുള്ള ദിക്റുകളും സലാത്തുകളും ഒക്കെ ഓരോ കാര്യത്തിന് വേണ്ടിയിട്ട് നിയ്യത്താക്കിയിട്ട് ചൊല്ലി നോക്കുക. എത്രയോ വാട്സപ്പിൽ ഓരോ ഉമ്മമാർ സഹോദരിമാരൊക്കെ ടെൻഷനും പ്രയാസവും പറഞ്ഞ് പൊട്ടിക്കരയുന്നവരുണ്ട്. എന്താ ചെയ്യുക, നാളെ നേരം വെളുക്കുമ്പോഴേക്കും എന്താ ചെയ്യുക അറിയില്ല, ഇത്ര പണം കൊടുക്കാറുണ്ട്, അവരിങ്ങനെ വിളിക്കുന്നുണ്ട്, എനിക്കൊരു വഴിയുമില്ല, ഒരു രൂപ പോലും എൻ്റെ കയ്യിലില്ല, ഞങ്ങൾ എന്താ ചെയ്യുക എന്നറിയില്ല എന്നൊക്കെ പറഞ്ഞ് പ്രയാസപ്പെടുന്നവരുണ്ട്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ നിസ്കാരമൊക്കെ ആക്കാതെ നിസ്കരിക്കുക. എന്നിട്ട് ഇതേപോലെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നല്ല മനസ്സോട് കൂടിയിട്ട് ഇൻഷാ അല്ലാഹ് ചെയ്തു നോക്കുക. നിങ്ങൾ എങ്ങനെയാണ് ഇത് മനസ്സിൽ വെച്ച് ചെല്ലുന്നത് അത് അള്ളാഹ്ക്കറിയാം. ആ ഒരു മനസ്സ് എങ്ങനെയാണ് ചെല്ലുന്നത് ആ ഒരു രീതിയിലായിരിക്കും നമുക്ക് ഇതിനൊക്കെ അള്ളാഹു പ്രതിഫലം തരിക. കാരണം വേണോ വേണ്ടയോ എന്താ പറയുക, മനസ്സോട് കൂടിയിട്ടാണ് ഇതൊക്കെ ചെല്ലാൻ ഒരുങ്ങുന്നത് എങ്കിൽ അള്ളാഹ് അതിനുള്ള ഫലം പെട്ടെന്ന് നമുക്ക് കാണിച്ചു തരില്ല. കാരണം നമ്മുടെ മനസ്സ് എങ്ങനെയാണ് ഇത് ചെല്ലാനിരിക്കുമ്പോഴൊക്കെ അള്ളാഹ്ക്കറിയാം. അതുകൊണ്ട് നല്ല മനസ്സോട് കൂടിയിട്ട് നല്ല വിശ്വാസത്തോട് കൂടിയിട്ട് ഞാൻ ആദ്യം പറഞ്ഞ ആ ഒരു ദിക്റില്ലേ അതും നിങ്ങൾ മുറുകെ പിടിച്ചോളി. സാമ്പത്തികമായിട്ട് വളരെയേറെ പ്രയാസപ്പെടുന്നവർ മുറുകെ പിടിച്ചോളി. നിങ്ങളെ ജീവിതത്തിൽ സമാധാനം, പണത്തിൻ്റെ ഒരു ബുദ്ധിമുട്ടല്ല നിങ്ങൾക്ക് തരില്ല. പണം നിങ്ങളെ കയ്യിൽ, ഹലാലായ പണം തന്നെ അള്ളാഹു നിങ്ങളെ കയ്യിലെത്തിക്കും. നമ്മളിപ്പോൾ വിചാരിക്കും എങ്ങനെ ഇപ്പോൾ പണം പെട്ടെന്നൊക്കെ എത്തിക്കുക. നമ്മുടെ ഭർത്താക്കന്മാരൊക്കെ അവർക്ക് നല്ലൊരു ജോലി അള്ളാഹ് കൊടുത്താൽ പോരെ. അവർക്ക് നല്ലൊരു ശമ്പളമുള്ളൊരു ജോലി അള്ളാഹു കൊടുത്താൽ നമ്മുടെ കയ്യിൽ ഹലാലായിട്ടുള്ള പണം കിട്ടിയില്ലേ. അതുപോലെ നമ്മുടെ മക്കൾക്ക് നല്ലൊരു ജോലി അള്ളാഹു കൊടുത്താൽ, ഒരു ഇൻ്റർവ്യൂ ഉണ്ട്, ഇൻ്റർവ്യൂവിലൊക്കെ പാസ്സായി നല്ലൊരു ജോലി മോനും മോൾക്കൊക്കെ കിട്ടിയാൽ നമ്മുടെ ജീവിതം റാഹത്തായില്ലേ. അള്ളാഹ്ക്ക് ഒരു സെക്കൻഡ് പോരെ എല്ലാം റെഡിയാക്കി തരാം. അതുകൊണ്ട് യാ ഫത്താഹു യാ റസാഖു യാ കരീമു യാ വഹാബു എന്ന ദിക്റ് മുറുകെ പിടിച്ചോളി. നിങ്ങളുടെ ജീവിതത്തിൽ പണത്തിൻ്റെ ബുദ്ധിമുട്ട് ഇല്ലാതിരിക്കാൻ, പണമില്ലാത്ത കാര്യത്തിൽ ഇടങ്ങേറ് തീരാൻ വേണ്ടിയിട്ട് എല്ലാ ദിവസവും നിങ്ങൾ ഒരു സുബഹി നമസ്കാരത്തിൻ്റെ ശേഷമോ അല്ലെങ്കിൽ മഗ്‌രിബ് നമസ്കാരത്തിൻ്റെ ശേഷമോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ടുള്ളൊരു സമയം എപ്പോഴാണ് ആ ഒരു സമയത്ത് ഒരു 100 എണ്ണം എല്ലാ ദിവസവും ഞാൻ ചൊല്ലുമെന്ന് നിങ്ങൾ മനസ്സിൽ നിയത്താക്കി വെക്കുക. അതേപോലെ തന്നെ ഞാനിപ്പോൾ ഈ പറഞ്ഞ ദിക്റില്ലേ, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ല അല്ലാഹു അക്ബർ കബീറ വൽഹംദുലില്ലാഹി കസീറ ഫസുബ്ഹാനല്ലാഹി റബ്ബിൽ ആലമീൻ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അസീസിൽ ഹകീം എന്ന ദിക്റ് സുബഹി നമസ്കാരത്തിൻ്റെ ശേഷം നിങ്ങളെ മനസ്സിലുള്ള ആഗ്രഹം നിറവേറാൻ, ഒരാവശ്യമുണ്ട് ഞങ്ങൾക്ക്, ആ ഒരാവശ്യം നടന്നു കിട്ടാൻ, അല്ലേ മോന് ഒരു ജോലി ശരിയാവാൻ, മോൻ്റെ സ്വഭാവം നന്നാവാൻ, കടമുണ്ട് കടം വിടാൻ ഒരു വഴി അള്ളാഹ് കാണിച്ചു തരാൻ, ഭർത്താവിന് ജോലിയില്ല ജോലി റെഡിയാവാൻ, അങ്ങനെ എന്ത് തരത്തിലുള്ളൊരു കാര്യത്തിനാണോ നിങ്ങൾ ഇത് നിയ്യത്താക്കിയിട്ട് ചൊല്ലുന്നത് ആ ഒരു കാര്യം തീർച്ചയായിട്ടും നടക്കുമെന്ന് ഉറപ്പാണ്. ഹദീസിലുള്ള ഒരു ദിക്റാണ്. അതുകൊണ്ട് ഒരു ടെൻഷനും വേണ്ട, നടക്കില്ല എന്ന ഒരു ടെൻഷനും നിങ്ങൾക്ക് വേണ്ട. നിങ്ങൾ ഈ ഒരു ദിക്ർ സുബഹി നമസ്കാരം കഴിഞ്ഞതിന് ശേഷം മനസ്സിൽ നിയ്യത്താക്കിയിട്ട് നല്ല ഭക്തിയോട് കൂടിയിട്ട് നല്ല വിശ്വാസം മനസ്സിൽ വെച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഓതി നോക്കൂ. അള്ളാഹു നിങ്ങൾക്ക് നിമിഷ നേരം കൊണ്ട് നിങ്ങളാ കാര്യം അള്ളാഹു റാഹത്തിലും സമാധാനത്തിലും ആക്കി തരട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ.
അപ്പോൾ നിങ്ങൾ ദുആ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എനിക്കും എൻ്റെ കുടുംബത്തിനും വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണം. അതുപോലെ തന്നെ ഓരോ മെസ്സേജ് വാട്സപ്പിലൂടെ ആയിട്ട് ഒരുപാട് ഉമ്മമാർ സഹോദരിമാരൊക്കെ നിങ്ങളോട് എല്ലാവരോടും നിങ്ങൾ വീഡിയോയിൽ പറയുന്ന ക്ലാസ് പറയുന്ന സമയത്ത് ഞങ്ങളെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ക്ലാസ്സിൽ പറയണം. അവരൊക്കെ ദുആ ചെയ്താലോ ഞങ്ങൾക്ക് ആരുടെ ദുആയാണ് നമുക്ക് അറിയില്ലല്ലോ ആരെ ദുആയാണ് അല്ലാഹ് സ്വീകരിക്കുക എന്ന്. അപ്പം നിങ്ങളോടെല്ലാവരോടും വാട്സപ്പിലൂടെ അവരെല്ലാവരും പറയാറുണ്ട് എപ്പോഴും നിങ്ങൾ വീഡിയോയിൽ പറയുന്ന സമയത്ത് ഞങ്ങൾ ഓരോരോ വിഷമങ്ങളുണ്ട്, അതൊക്കെ നിങ്ങൾ അവരോടെല്ലാവരോടും ദുആ ചെയ്യാൻ വേണ്ടി പറയണം എന്ന്. അപ്പോൾ നിങ്ങളെല്ലാവരും ദുആ ചെയ്യുന്ന സമയത്ത് നമ്മളെ ഇഷ്ക് മദീന എന്ന ഈ ഒരു യൂട്യൂബിലുള്ള നമ്മളൊരു കുടുംബമാണ്, ഇഷ്ക് മദീന എന്നൊരു കുടുംബമാണ് നമ്മളെല്ലാവരും. അപ്പോൾ ഇതിൽ ഒരുപാട് 1,00,000-ൻ്റെ മേലെ ആൾക്കാരായിട്ടുണ്ട്. അപ്പം അവർക്ക് ഓരോരുത്തർക്കും ഓരോ ഇടങ്ങേറുകളും പ്രയാസങ്ങളും ടെൻഷനുകളും ഉള്ളവരാണ്. അവരൊക്കെ നിങ്ങൾ ദുആ ചെയ്യുന്ന സമയത്ത് നിങ്ങളെ മനസ്സിൽ ദുആ ചെയ്യട്ടോ. മനസ്സിൽ വെച്ചുകൊണ്ട് ഒരുപാട് പേര് ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അവരുടെയൊക്കെ മനസ്സിലുള്ള ഇടങ്ങേറും വിഷമങ്ങളും എന്താണ് റബ്ബേ, അതൊക്കെ റാഹത്തിലും സമാധാനത്തിലും ആക്കി കൊടുക്കണേ എന്ന് ദുആ ചെയ്യുന്ന സമയത്ത് നിങ്ങളെ മനസ്സിൽ എന്നെയും അതുപോലെ ഇഷ്ക് മദീന എന്ന ചാനലിലുള്ള ഒരുപാട് ഉമ്മമാർ സഹോദരിമാർ അവരൊക്കെ മനസ്സിൽ നിങ്ങൾ വെച്ചുകൊണ്ട് അവർക്കൊക്കെ നിങ്ങൾ ദുആ ചെയ്യണം. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ ആത്മാർത്ഥമായിട്ട് എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യാറുണ്ട്. നിങ്ങൾ ഓരോരുത്തരും കമൻ്റ് ഇടുന്നത് ഞാൻ കാണാറുമുണ്ട്. ചിലപ്പം അതിന് ഞാൻ റിപ്ലൈ തരാൻ കഴിഞ്ഞില്ല എന്ന് വരും. എന്നാലും ഓരോ കമൻറ്റും ഞാൻ കാണാറുണ്ട്. വാട്സപ്പിലായിട്ട് മെസ്സേജ് അയക്കുന്നതൊക്കെ ഞാൻ നോക്കാറുണ്ട്. എല്ലാവർക്കും ഞാൻ അതിനുള്ള മറുപടി കൊടുക്കാറുമുണ്ട് ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ജീവിതത്തിൽ നിലനിർത്തി പകർത്താൻ ശ്രമിക്കുക. നിങ്ങളെല്ലാ കാര്യങ്ങളും റാഹത്തിലാക്കി അള്ളാഹു തരട്ടെ. ആമീൻ 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 യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.